ഗൈസ്, അപ്പം നമ്മുടെ വീട്ടിലൊരു പുതിയ മോപ്പ് വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ള വീഡിയോയും ആണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ മോപ്പിൻ്റെ സ്പ്രിംഗ് മോപ്പ് നമ്മൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇതാണ് നമ്മുടെ സ്പ്രിംഗ് മോപ്പ്. ഇതാണ് നമ്മുടെ രണ്ട് സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ കവർ എല്ലാത്തിൻ്റെയും നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തുടയ്ക്കാൻ അടിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അവിടെ അടിയിലോട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കമ്പിയിൽ മറ്റേ സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള സംഭവമാണിത്. നമ്മൾ ഇതിനെല്ലാം കവറിൽ മാറ്റിയിട്ട് നമുക്കതിപ്പോൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് കവറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് തുറന്നിട്ട് ഇതിനെടുത്തു. ഇനി നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് തിരിക്കണം. തിരിച്ചിതിപ്പോൾ ഫിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഫിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ നമുക്ക് കാല് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ കിട്ടും. ഇനി നമ്മൾ ഇത് ഈ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് ഇങ്ങനെ വിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഉന്താൻ. അല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് പെട്ടെന്ന് കേടായി പൊട്ടി പോകുന്നത് അത് കാരണം കൊണ്ടാണ്. ഇതിങ്ങനെ എന്താ പറയുക, ഇവിടെ വെള്ളം എന്താ പറയുക ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ സ്റ്റീലിമ വെച്ചിട്ട് നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡ്രെയിനായി കിട്ടും. ഇപ്പം നമ്മൾ ഇങ്ങനെ എന്നിട്ട് തുടയ്ക്കുക. ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഊരിയിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാനും ഇത് പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. നമ്മൾ അതിനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക 4 ചക്രം തന്നിട്ടുണ്ട്. ഇവിടെ 2 മുന്നിൽ എന്താ പറയുക ബ്ലാക്ക് ചക്രം, ഒരു അടിയിൽ ചെറുത്. പിന്നെ ഇവിടുന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഇങ്ങനെ ഡ്രെയിൻ ഇതിൽ വെള്ളം നമ്മൾ കളയാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിച്ച് വിട്ടാൽ മതി. ഇവിടെ വേണം നമ്മൾ ഞെക്കാൻ. പിന്നെ ഇത് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് നീക്കി മാറ്റാൻ പറ്റും. പിന്നെ അടിയിൽ പിന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകാനും ഉള്ളത് ഇതിലും ഉണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് നമുക്കിനി വീണ്ടും ഇതിനെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് തുടച്ചിട്ടുള്ള ഞങ്ങൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്താ പറയുക ഇങ്ങനെ അതിൻ്റെ ക്ലിപ്പ് വിട്ടിട്ട് നമ്മൾ ഇതിന് ഇങ്ങനെ ഞേക്കണം. എന്നിട്ട് ആ ഡ്രെയിൻ ചെയ്യാനുള്ളതിൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം ഡ്രെയിനായിട്ട് നമുക്കിനി തുടയ്ക്കാൻ പറ്റും. എന്നിട്ട് ഈ ടൈൽസിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ തുടയ്ക്കണം. ഇങ്ങനെ വേണം നമ്മളിതിൽ തുടയ്ക്കാൻ. ഇനി എങ്ങാനെങ്കിലും ക്ലിപ്പ് വിടാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെട്ടെന്ന് കേടാവും. അങ്ങനെയാണ് കുറേ പേര് ഇത് പെട്ടെന്ന് കേടാവുന്നതാണ് അങ്ങനെയാണെന്ന് പറയുന്നത്. ഇതിലെങ്ങനെ പോയാലും ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അല്ലാണ്ട് ചെരിച്ച് വെക്കുമ്പോൾ ഇതേപോലെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കേടാവും പെട്ടെന്ന്. ഇതിൻ്റെ ക്ലിപ്പൊക്കെ വിട്ടിട്ട് നമ്മളിങ്ങനെ അടിക്കുക. എന്നിട്ട് അതിനെ ഡ്രെയിൻ ചെയ്യുക, പ്രസ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മളതിനെ നേരെ അവിടെ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കണം. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇങ്ങനെ വേണം.